നമസ്കാരം സുഹൃത്തുക്കളെ. 2-3 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്ന ഒരു വാർത്തയുണ്ട്. IAS ദിവ്യ IPS അയ്യർ ദിവ്യ അയ്യർ IAS ആൾ, അതായത് കളക്ടറാണ്. പക്ഷേ വിവരക്കേടിൻ്റെ പര്യായം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതുപോലുള്ള വർത്തമാനങ്ങളാണ് അവർ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അത് യേശുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യേശു കറുത്ത വർഗ്ഗക്കാരനാണെന്നും സഹോദര എന്ന് ജനങ്ങളെ വിളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ധാരാളം കഥ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും പിന്നെ യേശു സ്ത്രീയാണെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് യേശുവിനെ പറ്റിയിട്ട് പറയാൻ? നിങ്ങൾ സംഭവം IAS നമുക്ക് ബഹുമാനം. IAS പോലീസുകാരായാലും അതേപോലെ പട്ടാളക്കാരായാലൊക്കെ നമുക്ക് ബഹുമാനമുണ്ട്. മന്ത്രിമാരായാലൊക്കെ നമ്മൾ ബഹുമാനിക്കും. കാരണം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളാണ് നിങ്ങൾ. പക്ഷേ ഇങ്ങനെ ഈ വില കുറഞ്ഞ വർത്താനം നിങ്ങൾ പറയരുത്. അതുപോലെ യേശു ഇറ്റലിക്കാരനാണെന്നും കാലിഫോർണിയക്കാരനാണെന്നും ഒക്കെയാണ് പറയുന്നത്. പിന്നെ യേശു കഥ പറയുന്നതുകൊണ്ട് പറയുന്നത്, യേശു നടന്നു പോണ വഴിക്കൂടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് പോണ പരിപാടിയൊന്നും യേശുവിനുമില്ല. യേശുവിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈബിൾ വായിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഈശ്വരനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഈശ്വരനാണ്. അപ്പം മുസ്ലിം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഈശ്വരൻ തന്നെയാണത്. അപ്പോൾ ഇതൊക്കെ ഈശ്വരനാണ്. അപ്പോൾ നിങ്ങൾ യേശുവിനെ കളിയാക്കിയപ്പോൾ മൊത്തത്തിൽ ഈശ്വരനെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈബിളിനെ പറ്റി വായിച്ച് പഠിക്കണം. ബൈബിൾ വായിച്ച് വാങ്ങുക, വായിക്കുക. അല്ലെങ്കിൽ ബൈബിൾ ഉള്ളിടത്ത് പോയിട്ട് ഒരു ബൈബിൾ വാങ്ങുക. അല്ലെങ്കിൽ ബൈബിൾ ആരുടെ അടുത്ത് കടം വാങ്ങിയെങ്കിലും നിങ്ങൾ വായിച്ച് പഠിക്കുക. മനസ്സിലായോ? അല്ലെ വെറുതെ എന്നിട്ട് ഇങ്ങനെ വളുവള വായിക്ക് വരുന്ന കോതയ്ക്ക് പട്ട എന്ന് പറഞ്ഞ പോലെയുള്ള പരിപാടി നിങ്ങൾ ചെയ്യരുത്. ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് മറുനാടൻ ഷാജനും പിന്നെ അതേപോലെ തന്നെ ഈ ഗുഡ്നസ് ന്യൂസ് എന്ന് പറയുന്നൊരു ചാനലുള്ളൂ. ഗുഡ്നസ് TV-ൻ്റെ ഒരു ചാനലാണ് ഈ ഗുഡ്നസ് ന്യൂസ്. അപ്പം മറുനാടൻ ഷാജൻ പറയുന്നത്, കൊള്ളാൻ മകളെ, നല്ല കാര്യം, യേശുവിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത്, ഇതിൽ യാതൊരു ആൾക്കാർക്കും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗുഡ്നസ് TV-യിൽ ഇത് തന്നെയാണ് പറയുന്നത്. യേശുവിനെ പറ്റി പറയാൻ അല്ല, ഈ നമ്മുടെ ദിവ്യ IPS അയ്യരെ പിന്നെ ഈ ക്രൂശിക്കുന്ന ആൾക്കാർ, അവരെ തെറി പറയുന്ന ആൾക്കാർ, എടുത്തെറിയുന്ന ആൾക്കാർ, ഇവരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പിന്നെ അവരെ കുറ്റം പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ പറയുന്ന കാര്യമാണ്. ഇത് കുറേ മുമ്പ് ആരോ കവിത ഉണ്ടാക്കി വെച്ചതാണ്. ആ കവിത യേശുവിൻ്റെ രൂപത്തിൽ യേശുവിനെ പറ്റിയിട്ട് കവിത പടച്ചു വിട്ടതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. അവരെ കല്ലെടുത്തെറിയരുത്, അവരെ ക്രൂശിക്കരുത്. ഇവർ ശരിക്കും യേശുവിനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആരാണെന്നും അദ്ദേഹം ചെയ്ത നന്മ എന്താണെന്നും അദ്ദേഹം ജനങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. പാവികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അദ്ദേഹം ഈ പാവികളായാലും ആരായാലും അദ്ദേഹം ലോക ജനതയെ ഒന്നടങ്കം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ കറുത്ത വർഗ്ഗക്കാരനാണെന്നോ വെളുത്ത വർഗ്ഗക്കാരനാണെന്നല്ലോ, ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. ജനങ്ങളെ സ്നേഹിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതല്ലാതെ അദ്ദേഹം പിന്നെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനൊന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു പുരോഹിതൻ, അദ്ദേഹം മുൻ വൈദികനാണെന്ന് പറയുന്നത്, അദ്ദേഹം ഇന്ന് രാവിലെ ഈ IAS ദിവ്യനെ ശരിക്ക് പിന്നെ വർത്തമാനം പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ടത്. ദിവ്യനെ ശരിക്കും അദ്ദേഹം എടുത്തിങ്ങനെ പൊരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്? നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബൈബിളെ പറ്റി വായിക്കണം. ബൈബിൾ ഏതാണെന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. യേശു ആരാണ്, എന്താണ് എന്നുള്ളത് നിങ്ങൾ ബൈബിൾ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ബൈബിൾ മൊത്തം ഫുള്ളായിട്ട് വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന അധ്യായം എടുത്ത് വായിക്കുക. നിങ്ങൾ ബൈബിൾ ആദ്യം മുതൽ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വിശദമായിട്ട് വിവരങ്ങൾ നിങ്ങൾ നോക്കി പഠിച്ച് എന്നിട്ട് അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു സാധാരണ മനുഷ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ചിലർ പറയുന്നത്. ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. പിന്നെ ഇവരൊരു IPS
ഒരു IAS ഓഫീസറാണ്, ഒരു കലക്ടറാണ്. അപ്പോൾ ഇവർ വിവരക്കേടിൻ്റെ പര്യായമാണ് ഇവർ. ശരി, എന്നാൽ നിർത്തുന്നു നോക്കാം.